സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ സമരം ഇപ്പോൾ റോഡ് ഉപരോധത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അമൽ തേനമ്പറമ്പിൽ എവിടെ നിന്നുള്ള വിവരങ്ങളുമായുണ്ട്. അവിടുത്തെ പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. അമൽ, സമരഭേദമായി സെക്രട്ടേറിയറ്റിന്റെ മുൻവശം അത് 36-ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഇന്നത്തെ സമരം എത്രത്തോളം ഊർജിതമാക്കുന്നുണ്ട്, എത്രത്തോളം സർക്കാരിനെതിരെ വിമർശനം ഘടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ റോഡ് ഉപരോധിക്കുന്നത്? MC റോഡ് ഉപരോധം തുടരുകയാണ്. MC റോഡിന്റെ രണ്ട് പാതകളും രണ്ട് വരികളും റോഡുകളിൽ കുത്തിയിരുന്നുകൊണ്ടാണ് ഇവരുടെ ഉപരോധ സമരം തുടരുന്നത്. നിലവിലെന്തായാലും KK രമ MLA അടക്കമുള്ള നേതാക്കളും ഇവിടേക്ക് എത്തുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് പ്രവർത്തകരുടെ പങ്കാളിത്തത്തിലുള്ള ഒരു കുറവിൻ്റെ കാര്യമായിരുന്നുവെങ്കിൽ ആ കുറവ് പരിഹരിക്കാൻ സമരസമിതിക്കായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നിന്നാൽ നോക്കിയാൽ കാണാൻ കഴിയുന്ന കാര്യം. റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി സെക്രട്ടേറിയറ്റിന് മുൻവശത്ത് നോർത്ത് ഗേറ്റിന് മുന്നിലുള്ള ആ വഴി പൂർണ്ണമായും ഉപരോധിക്കാൻ ആശാപ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും ഈ റോഡിൽ ഇരുന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ. അതോടൊപ്പം തന്നെ അതിന് സമാനമായി നോർത്ത് ഗേറ്റിന് മുന്നിൽ പ്രധാനപ്പെട്ട നേതാക്കൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലെയുള്ള വാഹനഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. ഇപ്പോൾ എന്തായാലും മറ്റ് വഴികളിലൂടെ ബേക്കറി ജംഗ്ഷൻ അടക്കമുള്ള വഴികളിലൂടെ വാഹനങ്ങൾ തിരിച്ചുവിട്ടിരിക്കുന്നു. സാധാരണ നിലയിൽ ഇങ്ങനെ ഒരു സമരം നടക്കുകയാണെങ്കിൽ കൈകാര്യം ചെയ്യുന്നത് പോലെ പോലീസിന് ഈ ആശാപ്രവർത്തകരെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. നിലവിൽ ഈ സമരത്തെ എങ്ങനെ, ഈ സമരം ഇതുപോലെ തുടരുകയാണെങ്കിൽ, ഉപരോധ സമരം തുടരുകയാണെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ പോലീസിനും ആശങ്കയുണ്ട്. നിലവിൽ ഇവർ ഇവിടെ നിന്നും എണീറ്റ് പോകില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ UDF-ൻ്റെയും അതോടൊപ്പം തന്നെ BJP-യുടെയും നേതാക്കന്മാരെല്ലാം ഇവിടെ വന്ന് സംസാരിച്ച് പോവുകയും ചെയ്യും. സ്റ്റെഫിൻ കൂടിയുണ്ട്. സ്റ്റെഫിനെ സാധാരണ നിലയിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും അല്ലെങ്കിൽ യുവമോർച്ചയുടെയും DYFI-യുടെയൊക്കെ സമരം ഇവിടെ നമ്മൾ കാണുന്നതാണ്. ആ സമരത്തിൻ്റെ സമയത്ത് റോഡ് ഉപരോധം ഒരു 2-3 മിനിറ്റ് നീണ്ടാൽ പോലും പോലീസിൻ്റെ ഇടപെടലുണ്ടാകും. അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റും. അതിനുള്ള വാഹനങ്ങൾ ഇവിടേക്ക് എത്തും. പക്ഷേ നിലവിൽ ഇവിടെ അങ്ങനെയുള്ള ഒരു ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടില്ല. ഈ സമരത്തെ അങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതില്ല എന്നുള്ളത് തന്നെയായിരിക്കുമല്ലേ പോലീസിൻ്റെ തീരുമാനം? അതായത് ഈ പോലീസിനെയും സർക്കാരിനെയും സംബന്ധിച്ചിടത്തോളം ഈ സമരത്തിന് എതിരെ കാണിക്കുന്ന ഒരു നീതി നിഷേധം ഇത് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. പല സ്ഥലങ്ങളിലും ഇന്ന് ഈ ആശാവർക്കർമാർക്ക് ട്രെയിനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നു. പക്ഷേ സ്ത്രീകളാണ് പ്രത്യേകിച്ചും ഈ കൊടും ചൂടത്ത് ഇങ്ങനെ ഈ റോഡിൽ കുത്തിയിരിക്കേണ്ട ഒരു അവസ്ഥ. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്നും മറ്റൊരു തരത്തിലുള്ള നീക്കവും ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ സെക്രട്ടേറിയറ്റിൻ്റെ 4 വശവും ഏതാണ്ട് പൂർണ്ണമായും ബന്ദോബസ്താക്കിയിട്ടുണ്ട്. കാരണം ഇനി സെക്രട്ടേറിയറ്റിൻ്റെ അകത്തേക്ക് ആർക്കും നടന്നു മാത്രമേ പോകുന്നതിന് വേണ്ടി കഴിയുള്ളൂ. അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് മറ്റൊരു വഴി ക്രമീകരിച്ചിട്ടുണ്ട്. ആ വഴി കണ്ടോൺമെന്റ് ഗേറ്റിന്റെ അവിടെ ഉപരോധമില്ല. പക്ഷേ സ്റ്റെഫിൻ കടന്നു വന്ന വഴിയിൽ സൗത്ത് ഗേറ്റ് എല്ലാം ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ടല്ലേ? ബാരിക്കേഡ് വെച്ച് ഈ സെക്രട്ടേറിയറ്റിന്റെ 4 വശവും തിരിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കൊക്കെ പോകുന്നതിന് വേണ്ടി ആ കണ്ടോൺമെന്റ് ഗേറ്റിന്റെ ഭാഗത്ത് നിന്നും വഴി ഒരുക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് MG റോഡിന്റെ കാര്യമൊന്നും എടുത്തു കഴിഞ്ഞാൽ ഇത് ഇനി പൂർണ്ണമായും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം, ആ ഉപരോധ സമരം അതിശക്തമായി മുന്നോട്ട് പോകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ അമൽ തേനമ്പറമ്പിലും സ്റ്റെഫിനും നൽകിയത്.